തന്നെ എന്റെ ഇഷ്ടായി നിങ്ങൾ കഴിഞ്ഞ് കുളിപ്പിച്ചില്ലാണ്ടാക്കും. വല്ലപ്പോഴും തുടക്കം കൂടി അല്ലെങ്കിൽ വണ്ടി പതുക്കെ തുടച്ചാൽ എന്നാണോ കാണിക്കുന്നത്? ഒരു കാര്യം പറഞ്ഞേക്കാം, മര്യാദക്ക് തല്ലി പിടിക്കാതെ കളിക്കുമെന്ന് കളിച്ചാൽ പറഞ്ഞ മനസ്സിലായില്ലേ? ഒച്ച ഉണ്ടാക്കാതെ കളിച്ചോളാം. ഞാനില്ല എന്നെ കളിപ്പിക്കുന്നതിനോട് വഴിയേറ്റൊന്നും വന്നതല്ല. എന്റെ പൊന്നുമോളെ കാണാന്നുള്ളത്. കാലത്തെ കാലം കാക്ക കാറിയപ്പോഴേ തോന്നി എന്തോ കാലക്കേട് വരുന്നുണ്ട്. അയ്യോ മുന്നറിയിപ്പിലുണ്ട്. അന്നേരം നിങ്ങളൊക്കെ കാണണ്ടേ എനിക്ക്. അതിന് വന്നതല്ലയോ എന്റെ പൊന്നുമോളെ. എന്താ ചേട്ടനെ വിളിക്കുന്ന? തങ്കം തങ്കം നീ വന്നേ. ഹവീൽദാരെ ഭാര്യ പോലെ ഒരു സ്ത്രീ വന്നിരിക്കുന്നു. ഹവീൽദാരെ ഭാര്യ പോലെ ഇതെങ്ങനെയാണോ വിട്ട്? അവക്കറിയാൻ കാര്യം. ഈ ഓട്ടോയിൽ ഒറ്റയ്ക്ക് പാലാഴി വരാൻ ഞാൻ ഇനി കൂട്ടും കൂടെ ഉണ്ടാക്കാം. നിന്റെ കാര്യം അല്ല, അമ്മയ്ക്ക് എന്തായാലും കനകനോട് ഒന്ന് പറഞ്ഞൂടെ? അവന്റെ അടുത്ത് പറഞ്ഞ കാര്യമൊന്നും നടക്കത്തില്ല. 100 പ്രാവശ്യം. ഇത് ചേട്ടൻ, ഇത് ക്ലാര, പരിചയപ്പെട്ട്. ഇത് പിള്ളേര്. എനിക്ക് എല്ലാരെയും കെട്ടിയവൻ ക്ലീറ്റോ. അയ്യോ തന്നെ ക്ലീറ്റച്ച, എന്റെ ബാഗ് അവിടെ ഇരിക്കുകയാണ്. ആ പൈസ ഞാൻ കൊടുത്തിട്ട് നീ എടുത്തോണ്ട് പോവാ. അയ്യോ അല്ല, മോനിന്ന് സ്റ്റേഷനിൽ പോണ്ടായിരുന്ന? ഇല്ല, ഇന്ന് രാവിലെ എന്നാ ഞാൻ ഏതോ ഒരു വിരുന്നുകാരി വരുന്നുണ്ട് എന്റെ മനസ്സ് പറഞ്ഞേ, അതുകൊണ്ട് ലീവ് എടുത്തു. അയ്യോ അമ്മ, ആളിയന് ഭയങ്കര വക്രദൃഷ്ടിയാ. അല്ല, ദീർഘദൃഷ്ടിയാണ്. ഉൾക്കൊണ്ടുകൊണ്ട് പലതും ഇങ്ങനെ കാണാൻ പറയുകയൊക്കെ ചെയ്യും. അയ്യോ എന്നാ പിന്നെ മോനോട് നിക്കണ്ട, അകത്തോട്ട് കയറി വാ. എന്റെ വീട്ടിലോട്ടല്ലേ? അകത്തോട്ട് കയറി വാ. അമ്മച്ചി കേറി. അല്ല ക്ലീറ്റസേ, ഓട്ടോയിൽ എന്റെ ബാഗ് ഇരിക്കുക. പൈസ കൊടുത്തിട്ടില്ല, എടുത്തോണ്ട് വാ. പൈസ പോയി കൊടുക്കും. എന്നോടാണ് എത്ര ഏട്ടാ? 100 രൂപ. ഇപ്പൊ എടുത്തിട്ട് വരാം. തങ്കം, ഓട്ടോയ്ക്ക് കൊടുക്കാനുള്ള പൈസ എടു. 100 രൂപ ഭയങ്കര കൂലി കേട്ടോ. തങ്കം, പൈസ എടുക്കടി, ഓട്ടോയ്ക്ക് കൊടുക്കാനുള്ള. മോളെ, നീ വന്ന കാര്യം എന്താന്നറിയാനാ ഞാൻ വന്നത്. ഓ എന്താവാനാ എന്റെ അമ്മ, ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. മറ്റേ ക്ലാരയില്ലേ, ക്ലാര എന്റെ പെങ്ങള് നല്ല ഒന്നാന്തരം പെണ്ണുമ്പിള്ള. ഒരു കുഴപ്പമില്ല, ക്ലീറ്റോ എന്ന് പറഞ്ഞാൽ മരിക്കും അവര്. അതിനും വേണ്ടിയിട്ട് അളിയെ പോലീസുകാരനില്ലേ, അമ്മയെ ഒറ്റ രക്ഷയില്ല അയാളെ കൊണ്ട്. നിന്ന് തിരിയാൻ നിവൃത്തിയില്ല. നീ എപ്പോഴും വളവളാന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞോണ്ടിരിക്കും. അല്ലടി, അവനെ കണ്ടാ അങ്ങനെ തോന്നത്തില്ലല്ലോ. കണ്ടാ തോന്നൂല. 5 മിനിറ്റ് അടുത്തൊന്ന് ഇരുന്ന് നോക്കിയാ അപ്പൊ അറിയാം തനി സ്വഭാവം. ഫുള്ള് അഭിനയ. സോപ്പിടാൻ വന്ന മയങ്ങല്ലേ? എവിടെ ഇവിടെ ഉണ്ട്. അമ്മയും കൂടെ ഒരുമിച്ച് ആരെ കുറ്റമാണ് പറയണ? അമ്മയും ഒരുമിക്കുമ്പോ ഉറപ്പായിട്ടും മരുമോളുടെ ആയിരിക്കും. ജമന്തി തുമ്പി ചാവണുണ്ടായിരിക്കും ഇപ്പം. അയ്യോടാ കാര്യം. അതിന് നീ അവിടെ ഉണ്ടെങ്കിലല്ലേ കുറ്റം പറയാൻ പറ്റൂ. അത് കൊള്ളാം. പിന്നെ നിങ്ങൾ ഇവിടെ വന്ന കാര്യം എന്തെന്നറിയാനാ ഞാൻ വന്നത്. ഇവിടെ വന്ന കാര്യമൊക്കെ ഒരു രാഷ്ട്രീയക്കാരനോട് അതിന്റെ അവകാശം നേടിയെടുക്കാൻ ആരും പഠിപ്പിക്കണ്ട. അതൊക്കെ സമയമാകുമ്പോൾ ഞാനങ്ങ് ചെയ്തോളാം. ഇപ്പൊ ഞാൻ ഗാന്ധി മാർഗത്തിലൂടെ പൊക്കോണ്ടിരിക്കുന്നത്, അതായത് സമാധാനം. ഇനി ഇതിൽ നടന്നില്ലെങ്കിൽ ഉണ്ടല്ലോ, കോളേജ് പിള്ളേരുടെ സ്റ്റൈലിൽ ഞാൻ അങ്ങോട്ട് ഇറങ്ങും. എന്റെ അമ്മ ചുമ്മാ പറയണതാ. ഇത് പണ്ടത്തെ പോലെ തന്നെ മണുമണാന്ന് ഇവിടെ കയറിയിരിക്കും. അയാൾ എന്തെല്ലാം വൃത്തിയോട് പറയുന്നറിയാമോ? ഒരു വാക്ക് പറയണല്ലോ ക്ലീറ്റോ തിരിച്ച്. എന്താ നീ ഒന്നും പറയാതെ മിണ്ടാതെയൊക്കെ നിൽക്കുന്നത്? മറുപടി പറഞ്ഞൂടെ? അയാൾ പോലീസാണ്. നിങ്ങൾക്ക് എന്താന്ന്? എനിക്ക് കാക്കി പണ്ട് പേടിയാണ്, അതുകൊണ്ടാണ്. ഇവരും പണിയൊന്നും ആയില്ല. എന്നെ പോലെ ഒരു പ്രമുഖ എന്ത് പണിയെടുക്കാൻ? പിന്നെ ഞാൻ പാർട്ടിയുടെ എല്ലാ ഏർപ്പാടും ഇവിടെ ചെയ്തിട്ടുണ്ടമ്മ. എന്നാ നിന്റെ ഈ തരിയുടെയൊക്കെ മാറ്റിട്ട് നീ അങ്ങോട്ടൊന്ന് വാ. അയ്യോ
തരികിട തുടങ്ങിയിട്ടില്ല. തരികിട തുടങ്ങാൻ ഒരാഴ്ചയും കൂടി അമ്മ വെയിറ്റ് ചെയ്താൽ മതി. അപ്പോഴത്തേനും കേട്ടോളും. 10 പൈസ കയ്യില്ലേ? നീ അതവിടെ വയ്ക്ക്. നിന്റെ ഈ തടിയുടെ ഒക്കെ നിർത്തിയിട്ട് നീ കൊച്ചിനെയും കൊണ്ട് അങ്ങോട്ട് വാ. എനിക്ക് നിങ്ങളെ കാണാം. അമ്മയ്ക്ക് അമ്മയുടെ മോളെയും ചെറുമോളെയും കാണാത്തതിലുള്ള വിഷമല്ലേ ഉള്ളൂ. അല്ലാതെ നമ്മളവിടെ ആർക്ക് വേണം? എടാ നീ ആവശ്യമില്ലാത്തൊന്നും പറയാതിരി. ഓ എന്തായാലും ഇനി ഞാൻ ഇനി അങ്ങോട്ടൊന്നും വരുന്നില്ല. എന്തിനാ അവിടെ ഉള്ളൊരു സമാധാനം കളയണേ? അല്ല അത് അവൻ പറഞ്ഞത് ശരിയാടി. അവൻ അവിടെ ഇല്ലാത്തോണ്ട് അവന് കുറച്ച് സമാധാനം ഉണ്ട് എന്തായാലും. അതുകൊണ്ട് എനിക്കിപ്പോ ഇവിടെ നല്ല സമാധാനമുണ്ട്. കാരണം എനിക്ക് അത്രയും തങ്കപ്പെട്ട അളിയനാ ഇവിടെ ഉള്ളത്. ആരടാ ഈ ഫാനൊക്കെ ഓണാക്കിയിട്ട് മുറ്റത്ത് പോയി കാറ്റ് കൊള്ളുന്നു? ഇതിനൊക്കെ ബില്ല് ആരാ അടക്കുന്നത്? കുറെ എണ്ണം ആണും പെണ്ണുമായി വന്ന് 3 നേരം മൂക്കുമുറ്റ തിന്നുക. കഴിഞ്ഞ മാസോടി സെപ്റ്റി ടാങ്ക് പൊട്ടിച്ച് ഇതിപ്പോ വീണ്ടും നടന്നേക്കുന്നു. ഇതാണ് നീ പറഞ്ഞ നല്ല അടിയാണ്. അല്ല അത് അയാളെ അമ്മ അത് കാര്യമായിട്ട് എടുക്കണ്ട. അയാൾ പോലീസുകാരനല്ലേ. ഇതുപോലൊരു വൃത്തിയായിട്ടൊരു തേണ്ടി അലവിലാതെ ലോകത്ത് കാണൂല. ഞാൻ വന്നത് അവന് ഇഷ്ടപ്പെട്ടില്ലേ? അയ്യേ ഇതല്ല. അമ്മ ഈ പുള്ളിക്കാരന് നല്ലതുണ്ടായാലും ചീത്ത ഉണ്ടായാലും ഈ വാക്കുകളൊക്കെ ഇതിങ്ങനെ വായിൽ സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്ക് അതേ വായിന്ന് വരുള്ളൂ. അമ്മ സമാധാനമായിട്ടിരുന്നേ. അമ്മ അത് മൈൻഡ് ചെയ്യേ വേണ്ട. ഇത് നമ്മുടെ വീടാണെന്ന് കരുതിക്കാം. നമുക്ക് അങ്ങോട്ട് പോവാം. എനിക്കിതൊന്നും കേൾക്കേണ്ട കാര്യമില്ല. അമ്മ ഇതൊന്നും കേട്ട അങ്ങനെ ടെൻഷൻ അടിക്കല്ലേ. നമ്മൾ നിൽക്കുകയല്ലേ. എന്തിനാ അമ്മ പേടിക്കണത്? പിന്നെ അയാൾ അങ്ങനെ നിങ്ങളിവിടെ എന്താ പറഞ്ഞോണ്ട് നിൽക്കുവാന്ന്? ഇച്ചായന്റെ കുറ്റം വല്ലതും വന്നോടാ? അയ്യോ നിന്റെ കെട്ടിയന്റെ കുറ്റം ഈ ഒരു ദിവസം കൊണ്ടൊന്നും പറഞ്ഞാൽ തീരുന്നില്ല. അതൊരു 5 വർഷമെങ്കിലും വേണം അതൊക്കെ തീർക്കണമെങ്കിൽ. അതന്നെ ആയിരിക്കുള്ളൂ. അതെ ആ തുണി നല്ല പിടയ്ക്കണം മീൻ കൊണ്ടെന്ന് വെച്ചിട്ടുണ്ട്. നമുക്ക് കറി വെച്ചാലേ കാലം. അതിന് അമ്മ വന്നതല്ലേ, ഇന്ന് അമ്മയുടെ രീതിക്ക് നല്ല രസമായിട്ട് വെക്കല്ലേ. അപ്പൊ വന്നതുകൊണ്ട് ഞാൻ അല്ലല്ല ഇത് കഥ അതല്ല. മിനിഞ്ഞത് ഞാനും നാത്തോനും കൂടി ഇരുന്നപ്പോഴത്തേനും അമ്മ പണ്ട് മീൻകറി വെക്കൂലേ അമ്മ അച്ഛനുള്ളപ്പോ മൺചട്ടിയില് മല്ലിമുളകൊക്കെ വെളിച്ചെണ്ണയൊക്കെ ചൂടാക്കി കൊടംപുളിയൊക്കെ ഇട്ട് അത് തന്നെ. അത് പറഞ്ഞപ്പോ മുതല് വായിൽ കപ്പൽ ഓടിക്കാനുള്ള വെള്ളമുണ്ട്. അതുകൊണ്ട് ഇപ്പൊ പറഞ്ഞതാ. അമ്മ നന്നായിട്ട് വെക്കും, നല്ല രസമായിട്ട് വെക്കുന്ന പറഞ്ഞാ. അമ്മ രസം വയ്ക്കുമ്പോ നിനക്ക് മീൻകറി വെക്കണോ രസം വെക്കണം? അമ്മ രസം വെക്കണം രസം ഉണ്ടായിരിക്കടാ. ഞാൻ നല്ല വൃത്തിയായിട്ട് രസം ഉണ്ടെന്ന് ഞാൻ വയ്ക്കുന്ന മീനിന്. അമ്മ രസത്തിൽ മീൻ വെട്ടിയിട്ടാ നല്ല രസമുള്ള മീൻ. നിനക്ക് വിശ്വാസം ഉണ്ടാ ഞാൻ നല്ലതുപോലെ വയ്ക്കുമെന്ന്? എന്താ അങ്ങനെ പറയണേ? ജോലി ചെയ്യാം. എല്ലാരും കൂടെ ജോയിന്റ് ആയി ഒരു ഫോട്ടോ കൂടെ എടുത്ത് വെക്കും ഫ്രെയിം ചെയ്ത്. രസമായിട്ട് വെച്ച കുറച്ച് മീൻകറി ഉണ്ട്. വേണോ? ആര് വെച്ചത്? ആരെങ്കിലും ആയിക്കോട്ടെ. വേണോ? കിട്ടിയാൽ ആവാം. ഇല്ല. അമ്പോ തള്ളേ മക്കളും കൂടെ കൂടിയാ പിന്നെ കെട്ടിയാനും വേണ്ട ആരും വേണ്ട. കൊള്ളാം. അവക്ക് ഇഷ്ടമാണെന്നാ. ഒരൊറ്റ തലയും കളയണ്ട. പണ്ട് ഞങ്ങള് പഞ്ചാബിലായിരിക്കുമ്പോഴേ ഞങ്ങൾ 4 പേര് ഇവിടെ ഒരു ഹോട്ടലിൽ കയറി. എന്റെ ദൈവമേ കൊണ്ടുവച്ച മീന് തലയില്ലായിരുന്നു. പക്ഷെ എവിടെ കാണിച്ച പുകില് തല വേണം ഒറ്റേ നിർബന്ധം. എന്തോ ഒരു വിളിയായിരുന്നു. അവസാനം 2 അട്ടിയും കൊടുത്തിട്ടാണ് ഹബീൽദാർ അവളെ ഇവിടുന്ന് വീട്ടിലോട്ട് കൊണ്ടുവന്നത്. വീട്ടിൽ വന്നതിന് ശേഷം തല ഉണ്ടാക്കി കൊടുത്തിട്ടേ അവളെ നിങ്ങൾ അത്ര തല ഒന്നും കളയല്ലേ, എല്ലാം വേവിച്ചു കൊടുക്കും. ഒരു കാര്യം പറയാനേ, ചെറുക്കനെ കൊണ്ടൊരു വിഷമവും ഇല്ല എനിക്ക്. എന്തെങ്കിലും വെച്ച് കൊടുക്കണം. അത് അമ്മയുടെ മോനായതുകൊണ്ട് അമ്മ പറയണതാ. അങ്ങനെ നീ തലക്ക് ഇപ്പോഴും പിടങ്ങത്തില്ലേടി? നമുക്ക് തല മതിയെന്ന്. അയ്യോ അല്ലമ്മേ, അമ്മക്ക് വിശക്കണ്ടാ? എനിക്ക് വിശപ്പൊന്നുമില്ല ഇപ്പം. അയ്യോ അമ്മക്ക് ഊണിന് മീനല്ലാണ്ട് വേറെ സ്പെഷ്യൽ വേണോ? അയ്യോ എനിക്കൊന്നും വേണ്ട. ഇത് ഹോട്ടൽ പോലെ അല്ല. ചായ വേണോ, കാപ്പി വേണോ, മീൻ വേണോ, ഇറച്ചി വേണോ? ചായ എടുക്കാം. ഇത് കഴിയും. അല്ല പതുക്കെ മതി മക്കൾ. എന്തായാലും നീ എവള് വന്നതിന് ശേഷം ഒരു ജോലിക്ക് കുറവുണ്ടല്ലേ? ആർക്ക്? എന്ത്? നാത്തൂനാ? എന്റെ അമ്മ ഇപ്പൊ ഇരട്ടിപ്പണി. എന്നത് ഇവിടെ കയറ്റി ഇരുത്തോളൂ. ഒന്നും ചെയ്യാൻ സമ്മതിക്കൂല. എല്ലാ പണിയും തന്നെത്താനെ ചെയ്യണമെന്ന് നിർബന്ധം. അതെങ്ങനെയാ അമ്മേ? വീട്ടിൽ വന്ന് വിരുന്നുകാരെ കൊണ്ട് അങ്ങനെ ജോലി എടുപ്പിക്കാൻ പാടില്ല. കണ്ട ഞങ്ങൾ എങ്ങനെ വിരുന്നുകാരായിട്ട് കാണരുതേ, വീട്ടുകാരായിട്ട് കണ്ടാ മതി. എന്തായാലും നിങ്ങളുടെ ഈ ഐക്യം കണ്ടപ്പോ എനിക്ക് എന്തോ ഒരു സന്തോഷം. എന്നാൽ മക്കളെ കൊണ്ട് മാറിയേക്ക്, ഞാൻ കണ്ടിക്കാം. അമ്മ ഇങ്ങ് പോര്. നമ്മള് വിരുന്നുകാര്, അവര് വീട്ടുകാര്. ഇപ്പൊ കഴിയും. ഇത് മതി അമ്മ. കാന്താരി മുളക് ചീട് വേണമെന്നൊന്നുമില്ലേ? ഇത് വേണോ? മതി. മുളക് പൊടിയൊക്കെ കൂടി ഒന്ന് എടുത്തു വെച്ചേക്കാം. നമുക്ക് അറിയില്ലല്ലോ. അമ്മ